Hi everyone, welcome to a new video. The third question, you will have noticed that 36 is both a triangular number and a square number. That is, 36 dots can be arranged perfectly both in a triangle and in a square. Make pictures in your notebook illustrating this. This shows that the same number can be represented differently and play different roles depending on the context. Try representing some other numbers pictorially in different ways. ഡോട്ട് റെപ്രസെന്റേഷൻ നടത്തിയപ്പോൾ ട്രയാങ്കുലർ ഫോമിലും സ്ക്വയർ ഫോമിലും ഡോട്ട്സിനെ അറേഞ്ച് ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നു അല്ലേ? അപ്പൊ 36 എന്ന് പറയുന്ന നമ്പറിനെ ട്രയാങ്കുലർ ഫോമിലും അതേപോലെ തന്നെ സ്ക്വയറിന്റെ ഫോമിലും നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതേ രീതിയിൽ ഏതെങ്കിലും രണ്ട് രീതി, ഇപ്പൊ ട്രയാങ്കുലറും സ്ക്വയറും തന്നെ ആകണം എന്നില്ല. അതേപോലെ വേറെ പിക്ടോറിയൽ റെപ്രസെന്റേഷനും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ രണ്ട് രീതിയിൽ റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കുന്ന വേറെ നമ്പേഴ്സുകൾ ഉണ്ടോ? 36ന്റെ ട്രയാങ്കുലർ നമ്പർ റെപ്രസെന്റേഷനും സ്ക്വയർ നമ്പർ റെപ്രസെന്റേഷനും ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ഫസ്റ്റ് റോയിൽ 1 ഡോട്ട്, ദെൻ 2, 3, 4, 5, 6, 7, 8 ആ രീതിയിൽ ഡോട്ട്സിനെ റെപ്രസെന്റ് ചെയ്യുമ്പം ടോട്ടൽ നമ്പർ ഓഫ് ഡോട്ട്സ് എന്ന് പറയുന്നത് 36 ആയിരിക്കും. ഓക്കെ, നൗ ഇൻ വൺ ലൈൻ, ഒരു ലൈനിൽ 6 ഡോട്ട് വരുന്ന രീതിയിൽ 6 ലൈൻസ് അറേഞ്ച് ചെയ്യുമ്പോൾ വി ഗോട്ട് ദ നമ്പർ 36. 6 into 6 is 36. So 36 can be represented both in triangular form and also in square form. Number 10. 10 can also be represented in the form of triangular number and also in a rectangular form. Even number ആയതുകൊണ്ട് പെയർ വരുന്ന രീതിയിൽ റെക്ടാംഗിളിന്റെ ഫോമിൽ നമ്പർ 10നെ റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ഇറ്റ് ക്യാൻ ബി റെപ്രസെന്റഡ് ഇൻ ദ ഫോം ഓഫ് ട്രയാങ്കുലർ നമ്പർ. ആൻഡ് ദെൻ ദ നെക്സ്റ്റ് നമ്പർ ഈസ് നമ്പർ 25. 25 ഒരു ഓഡ് നമ്പർ ആണ്. അപ്പോൾ നോർമൽ ഓഡ് നമ്പർ റെപ്രസെന്റേഷൻ, ഒരു ഡോട്ട് എക്സ്ട്രാ വരുന്ന രീതിയിൽ അതിനെ റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ഓൾസോ 25 എന്ന് പറയുന്നത് ഒരു സ്ക്വയർ നമ്പർ ആണ്. അപ്പോൾ 5 ഡോട്ട്സ് ഒരു ലൈനിൽ വരുന്ന രീതിയിൽ 5 ലൈൻസ് അറേഞ്ച് ചെയ്യുമ്പോൾ we got the number 25. The next question, what would you call the following sequence of numbers? ഇപ്പോൾ ഇവിടെ കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. 1, 7, 19, 37 അതിന്റെ റെപ്രസെന്റേഷനും തന്നിട്ടുണ്ട്. and these are called the hexagonal numbers. that is hexagonal numbers എന്ന് വിളിക്കാൻ കാര്യം നമ്മുടെ മാത്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഷേപ്പായ ഹെക്സഗണിന്റെ ഷേപ്പിലാണ് ആ നമ്പറിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. that is why these numbers are called hexagonal numbers. and draw this in your notebook. and what is the next number in the sequence? ഇതിൽ 1, 7, 19, 37 വരെ കൊടുത്തിട്ടുണ്ട്. then after 37 ഏത് നമ്പർ വരും എന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് 1 ഡോട്ട് ആണ്. സെക്കൻഡിനകത്ത് ആദ്യം 1 ഡോട്ട്, ദെൻ അതിന് ചുറ്റുമായിട്ടൊരു 1, 2, 3, 4, 5, 6 ഡോട്ട്സ് അറേഞ്ച് ചെയ്തേക്കാണ്. 1 + 6 ആണ് 7 ഡോട്ട് കിട്ടുന്നത്. അപ്പൊ ആ 6 ഡോട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ 2 ഡോട്ട്, ദെൻ ഈ സൈഡ് വൈസിലും 2 ഡോട്ട്, ഇവിടെയും 2, 2, 2, 2 ആ രീതിയിൽ വരുന്ന ഫോർമാറ്റിലാണ് ആ ഡോട്ട്സുകൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇൻ ദ നെക്സ്റ്റ് ഫിഗർ, ഫസ്റ്റ് 1 ഡോട്ട്, ദെൻ 6, ദെൻ 12 ഡോട്ട്സ് ആർ ദെയർ. അവിടെ 12 ഡോട്ട്സ് ഉണ്ട്. അപ്പൊ അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു ലൈനിൽ 3 ഡോട്ട്സ് വരുന്ന രീതിയിലാണ്. 3, ഇവിടെയും 3, 3, 3, 3, 3 ടോട്ടൽ 12 ഡോട്ട്സ് ആണ് അവിടെ വന്നിരിക്കുന്നത്. സോ ടോട്ടൽ 19 dots are there. Then in the next one, first 1 dot, then 6, then 12, and there are 18 dots. അതായത് 4 ഡോട്ട്സ് 1 ലൈനിൽ വരുന്ന രീതിയിൽ ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 4 ഡോട്ട്സ്. സോ അപ്പൊ ഈ നമ്പേഴ്സ് ആഡ് ചെയ്തിരിക്കുന്ന ഒരു ഫോർമാറ്റ് കണ്ടോ? ഫസ്റ്റ് 1ന്റെ കൂടെ 6 ആഡ് ചെയ്തിരിക്കുന്നു. ദെൻ 6 into 2 ആണ് 12 ആഡ് ചെയ്തിരിക്കുന്നത്. ദെൻ 6 into 3 18 ആഡ് ചെയ്തിരിക്കുന്നു. സോ ടു ഗെറ്റ് ദ നെക്സ്റ്റ് നമ്പർ വി നീഡ് ടു ആഡ് 6 into 4, that is 24. So we got the next number 61. That is
first 1 dot, then 6, then 12, then 18 and 24 dots. അപ്പോൾ 24 dots അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു ലൈനിൽ 5 dots വരുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. So we got a hexagonal shape and these numbers are called the hexagonal numbers. ഇനി അടുത്ത ഒരു നമ്പർ കിട്ടണം എന്നുണ്ടെങ്കിൽ we need to add 6 into 5, that is 30. അപ്പോൾ 30 അറേഞ്ച് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഈ ഒരു റോയിൽ 6 ഡോട്ട് വരുന്ന രീതിയിൽ വേണം അറേഞ്ച് ചെയ്യാൻ. ദെൻ ഇവിടെയും 6 ഡോട്ട് ഇങ്ങനെ. അപ്പോൾ ആ ഒരു ഇവിടുത്തെയും ഈ ഒരു ഡോട്ട് കോമൺ ആയിരിക്കും. പക്ഷെ നമ്മൾ ഒരു ലൈൻ ഫുൾ നോക്കുമ്പോൾ അവിടെ 6 ഡോട്ട് ഉണ്ടായിരിക്കണം. ആ ഒരു രീതിയിലാണ് അറേഞ്ച് ചെയ്യേണ്ടുന്നത്. നൗ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ വി ക്യാൻ ഡ്രോ എനി ഹെക്സഗണൽ നമ്പേഴ്സ്. ആ രീതിയിൽ നമുക്ക് എത്ര ഹെക്സഗണൽ നമ്പേഴ്സ് വേണമെങ്കിലും ഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്യാൻ യു തിങ്ക് ഓഫ് പിക്ടോറിയൽ വേസ് ടു വിഷ്വലൈസ് ദ സീക്വൻസ് ഓഫ് പവേഴ്സ് ഓഫ് 2 ആൻഡ് പവേഴ്സ് ഓഫ് 3? അപ്പോൾ പവേഴ്സ് ഓഫ് 2 നമ്മൾ പറഞ്ഞിരുന്നു 2 raised to 0, 2 raised to 1, 2 square, 2 cube എന്ന് പറയുന്ന നമ്പേഴ്സ് ആണ്. ദാറ്റ് ഈസ് 2 raised to 0 is 1, 2 raised to 1 is 2, 2 square is 4, 2 cube is 8, then the next number is 16. That is, we need to multiply 2 to each number to get the next number. So the next number is 32. Like that, the powers of 3 is first one 1, then 3 into 3 9, 9 3s are 27, 27 into 3 81. Like that it continues. അപ്പോൾ ഈ നമ്പേഴ്സിന്റെ പിക്ടോറിയൽ വിഷ്വലൈസേഷൻ എങ്ങനെയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. പവേഴ്സ് ഓഫ് 2ന്റെ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ഇങ്ങനെയാണ്. 1 as usual 1 dot. 2 പറയുമ്പോൾ we need to join 2 dots. 2 dotsനെ ജോയിൻ ചെയ്ത് വരയ്ക്കുക. Then 4, ഇങ്ങനെ ഒരു 2 dots, ഇവിടെയും 2 dots, അതിനെ തമ്മിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ 4 എന്ന് പറയുന്നത് ഒരു സ്ക്വയർ നമ്പർ ആണ്. സോ അതൊരു സ്ക്വയർ ഷേപ്പിലായിരിക്കും വരുന്നത്. Now the next number is 8. 8 എന്ന് പറയുമ്പോൾ 4നെ 2 times, ഇവിടെയും ഒരു 4 വരയ്ക്കുക. Then again 1 4, ആ ഡോട്ട്സുകളെല്ലാം കൂടെ ജോയിൻ ചെയ്യുക. അപ്പോൾ 8 എന്ന് പറയുന്നത് ക്യൂബ് നമ്പർ ആണ്. അപ്പോൾ ആ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ഒരു ക്യൂബിൻ്റെതായിരിക്കും. Now the next number is 16. 16 is 8 into 2. അപ്പോൾ 8നെ 2 times, ആദ്യം ഒരു 8ന്റെ ഡോട്ട് വരയ്ക്കുക. Then again 1 more 8, അത് തമ്മിൽ എല്ലാ ഡോട്ട്സും തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് 16 കിട്ടും. Now 16 into 2 is 32. So ഒരു 16, then again 1 more 16. Then we got 32. Now 32 into 2, ഈ 32നെ വീണ്ടും 2 times വരയ്ക്കുമ്പോഴത്തേക്ക് we got the next number 64. Like that it continues. The powers of 3. 1 dot, then 3. 3 is a triangular number. ട്രയാങ്കുലർ നമ്പറിനെ ആ ട്രയാങ്കിൾ ഷേപ്പിൽ റെപ്രസെന്റ് ചെയ്യുന്നു. Then 3 into 3 is 9. അപ്പോൾ ആ 3 എന്ന് പറയുന്നതിനെ 3 times വരയ്ക്കുമ്പോൾ we got the number 9. Now 9 into 3 is 27. അപ്പോൾ ഇവിടെ ഒരു 9ന്റെ പിക്ചർ, then again 1 more 9, again 1 more 9. അങ്ങനെ 3 9s ചേരുമ്പോഴാണ് 27. Now this 27 into 3 is 81. അപ്പോൾ ആദ്യം ഇത്രയും ഒരു 27 വരയ്ക്കുക. again വീണ്ടും അത്രയും 27, again 27. അപ്പോൾ അത് പിന്നെ വരച്ചു പോകുന്നത് കുറച്ച് ടാസ്ക് ആണ്. അപ്പോൾ ഇവിടെ വരെയെങ്കിലും ഏകദേശം 27 വരെയെങ്കിലും നിങ്ങൾ നന്നായിട്ട് പഠിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട്സോ ക്വസ്റ്റ്യൻസോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഓക്കെ.